ഫസ്റ്റ് ഐറ്റം വരുന്നത് അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാട്ടോ. ഇത് വരുന്നത് കോട്ടൺ അക്കോബ ഡിസൈൻ ആണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് അക്കോബ പ്ലസ് അതിൻ്റെ അകത്ത് ഫ്രണ്ട് പോർഷനിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട കംപ്ലീറ്റ് ആയിട്ട് രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ, ആ ഒരു ക്രോസ് സ്റ്റിച്ചിൻ്റെ ഡിസൈൻ പോയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയുന്നത് ബോട്ടം ആട്ടോ. ബോട്ടത്തിൻ്റെ ബോർഡറിലും ഇതുപോലെ തന്നെ ആ ഒരു ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഐറ്റം ആട്ടോ. നിങ്ങൾക്കിത് ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. തയ്ച്ചെടുക്കുന്ന രീതിക്ക് അനുസരിച്ചോ നല്ല വെറൈറ്റി ആയിട്ട് തയ്ച്ചെടുത്താൽ മതി. ഈ ബോട്ടം ഒക്കെ ഇച്ചിരി ഒരു സ്ട്രെയിറ്റ് കട്ട് രീതിയിൽ തന്നെ നന്നായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്നൊരു മോഡലാണ്. കണ്ടില്ലേ, ഈ ഒരു ഓർഗൻസ പോർഷനാണ് താഴത്തോട്ട് കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയുടെ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്തും ഫുള്ള് വർക്കുണ്ട്. യോക്ക് പോർഷനിൽ വർക്ക് ഞാൻ അടുപ്പിച്ച് കാണിക്കാം. ഇതുപോലെ കേട്ടോ, നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ്. കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ഒരു ബ്രാഞ്ചസ് പോലെ തോന്നിക്കുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് ഫ്രഞ്ച് നോട്ടാണ് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡും ഫുള്ള് അക്കോവ കൊടുത്തിട്ടുണ്ട്. വാഷ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ നമ്പർ Y549, റേറ്റ് 1890, 1890. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് യെല്ലോ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. യെല്ലോയുടെ ആ ഒരു ഹാൻഡ് വർക്ക് ബോട്ടത്തിൻ്റെ അകത്തും ദുപ്പട്ടയ്ക്കകത്തും ഒക്കെ യെല്ലോയുടെ കോമ്പിനേഷനാണ്. ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി പേരുടെ ഫേവറേറ്റ് ഒരു കോമ്പിനേഷനാണ് യെല്ലോ ആൻഡ് ഗ്രീൻ എന്ന് പറയുന്നത്. ഇതിലും മുമ്പേ കാണിച്ച പോലെ തന്നെയാണ് കേട്ടോ. ബോട്ടം താഴത്തെ ബോർഡർ കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ പോർഷനിലെ ഡിസൈൻ ഇതാട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക്, നല്ല തിക്കായിട്ടുള്ള അക്കോബയാണ് കൊടുത്തേക്കുന്നത്. നമ്പർ Y552, റേറ്റ് 1890. അടുത്തത് ലൈറ്റ് ഒരു ലൈലാക്ക് ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ലാവൻഡർ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു പിങ്ക് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ലൈലാക്ക് ഷെയ്ഡ്. അതിൻ്റെ കൂടെ ബ്ലൂ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഡിസൈൻ. എനിക്കൊന്ന് ഈ അക്കോബ ടൈപ്പ് ഡിസൈനുകൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്, കളേഴ്സിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ നല്ല ഡിസൈൻ ആട്ടോ എല്ലാം. ദുപ്പട്ടയുടെ ബോർഡറിലെ ഡിസൈൻ നല്ല അടിപൊളിയാണ്. ഇത് ഓർഗൻസ ആണെങ്കിലും ഒരുപാട് അങ്ങനെ പറന്ന് നിൽക്കുന്നതല്ല, റേറ്റ് കൂടിയ ഓർഗൻസ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒതുങ്ങി കിടക്കുന്ന സൈസ് ഓർഗൻസ കേട്ടോ. നമ്പർ Y550, റേറ്റ് 1890. നെക്സ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ്. നല്ല ബ്ലാക്കിലാട്ടോ. ബ്ലാക്കിൽ തന്നെ ഈ ഒരു എപ്പോഴും ബ്ലാക്കിന് എപ്പോഴും എടുപ്പ് കിട്ടുന്ന ഒരു കളറാണ്. നല്ലൊരു പിങ്ക് മിക്സ്, ഒരു പിങ്ക് പീച്ച് കോമ്പിനേഷനൊക്കെ ആ ഒരു കളർ കോമ്പിനേഷനാണ് ഇത് ചെയ്തേക്കുന്നത്. ബോട്ടം നല്ല രസമില്ലേ. ഇതാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത്. ഇത് തയ്ച്ചിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്കത് ഊഹിച്ചാൽ അറിയാം. നല്ല രീതിയിൽ തന്നെ എടുക്കാം കേട്ടോ. ഇത് ഓർഗൻസ ആയതുകൊണ്ട് താഴെ ലൈനിങ് കൂടെ കൊടുത്തിട്ട് വേണം ഈ ഒരു ചെയ്യാനായിട്ട്. അപ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് നിൽക്കുള്ളൂ. ലൈനിങ് ഇല്ലാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ ഭംഗി കാണാൻ ലൈനിങ് ഇട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക്. നല്ല ലെങ്ത്തുള്ള ഐറ്റമാണ്. ഫ്രണ്ട് പോർഷനിലെ വർക്കും ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നമ്പർ Y551, റേറ്റ് 1890. അടുത്ത ഷെയ്ഡ് നല്ലൊരു വൈൻ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ കൂടെ പിങ്ക് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ അകത്ത് ആ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്രഞ്ച് നോട്ടിൻ്റെ ആ ഒരു ഡിസൈൻ ആ ഒരു പിങ്ക് ഷെയ്ഡിൽ ഇങ്ങനെ പോയിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ദുപ്പട്ടയുടെ ബോർഡേഴ്സും രണ്ട് സൈഡിലും ഇതുപോലെ ഫുൾ വർക്കുണ്ട്, നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ടോപ്പ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല പ്യുവർ കോട്ടണിൽ അക്കോബയാണ് ചെയ്തേക്കുന്നത്. ബോട്ടം സാറ്റിൻ സിൽക്ക് പ്ലസ് നമുക്ക് ആ ഒരു ബോർഡർ പോർഷൻ കൊടുക്കാൻ വേണ്ടി ഓർഗൻസ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയും നല്ല ലെങ്ത് ഉണ്ട്. നമ്പർ കൊടുത്തേക്കാവേ. റേറ്റ് സെയിം തന്നെയാണ്, 1890.